എല്ലാവരുടെയും പൊതുവായ ലക്ഷ്യത്തിനായി പോരാടുന്ന മറ്റൊരു കളിക്കാരൻ മാത്രമായിരുന്നു ഞാൻ. എൻ്റെ സഹതാരങ്ങൾക്കോ രാജ്യത്തിനോ ഞാൻ ഒരിക്കലും പുറംതിരിഞ്ഞു നിൽക്കില്ല. ഇപ്പോൾ കൂടുതലായി ഒന്നും പറയാനില്ല. നന്ദി പോർച്ചുഗൽ, നന്ദി ഖത്തർ. ആ സ്വപ്നം നിലനിന്ന കാലത്തോളം മനോഹരമായിരുന്നു. ഇനിയുള്ള സമയം നല്ലൊരു ഉപദേശകനാകാൻ നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും അവരവരുടെ നിഗമനങ്ങളിൽ എത്തിച്ചേരട്ടെ. നമ്മൾ ആ പ്രസക്തമായ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇതിഹാസമാകാൻ ലോക കിരീടം വേണമോ എന്ന്. ആദ്യ ലോകകപ്പ് കളിച്ച ലയണൽ മെസ്സിക്ക് തൻ്റെ 5ാം ലോകകപ്പിലാണ് ആ വലിയ സ്വപ്നം യാഥാർത്ഥ്യമായത്. സമകാലിക ഫുട്ബോളിലെ 2 ദ്വന്ദ്ങ്ങളായ മെസ്സിയും റൊണാൾഡോയും. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൽ ഫുട്ബോൾ ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പേരുകൾ അവരുടേതാണ്. ഇവരിലാർന്ന ചർച്ചകളിൽ ലോകം വ്യാപൃതരായി. മെസ്സി ബാഴ്സയിലും റോണോ റയലിലുമായി പരസ്പരം മത്സരിച്ച കാലം. മെസ്സി ഒരു ഗോളടിച്ചാൽ അടുത്ത കളിയിൽ വാശിയോടെ ഗോളടിച്ചു റോണോ. തിരിച്ചും അങ്ങനെ സംഭവിച്ചു. രാജ്യത്തിനായി കിരീടമില്ലാത്ത ഇതിഹാസതുല്യരെന്ന് ഇരുവരുടെയും നിർഭാഗ്യങ്ങളിൽ ലോകം കണ്ണീർ പൊഴിച്ചു. പക്ഷേ ആദ്യം അതിന് അറുതി വരുത്തിയത് റൊണാൾഡോ തന്നെയാണ്. യൂറോപ്പിൻ്റെ ജേതാക്കളായി റൊണാൾഡോ പോർച്ചുഗലിനെ മാറ്റി. ആ മത്സരം പറങ്കികൾ ഹൃദയം കൊണ്ട് കളിച്ചൊരു ഫൈനലായിരുന്നു. ആതിഥേയരായ ഫ്രാൻസിനെതിരായ ഫൈനലിൽ ദിമിത്രി പൈറ്റുമായുള്ള കൂട്ടിയിടിയിലാണ് റോണോയുടെ മുട്ടിന് കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ പരിക്കേൽക്കുന്നത്. എന്നിട്ടും കളി തുടരാൻ ആഗ്രഹിച്ച് ബാൻഡേജ് ചുറ്റി കളത്തിലിറങ്ങിയ റോണോ വേദന സഹിക്കാനാകാതെ കണ്ണീരണിഞ്ഞ് ക്യാപ്റ്റൻ്റെ ആംബാൻഡ് കൈമാറി പുറത്തേക്ക് പോയി. സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് വേദനയിൽ പിടയുമ്പോൾ ഒരു കുഞ്ഞു ചിത്രശലഭം അയാളുടെ നെറ്റിയിൽ വന്നിരുന്നു. ആശ്വസിപ്പിക്കാനെന്ന വണ്ണം. ദൈവത്തിൻ്റെ സ്പർശമായി അതിനെ കണ്ട ആരാധകരുണ്ട്. വീണുപോയ നായകനു വേണ്ടിയുള്ള കളിയായിരുന്നു പിന്നെ കണ്ടത്. കളത്തിന് പുറത്ത് അയാൾ ഒരു യഥാർത്ഥ വിന്നറായി. കടുത്ത വേദനക്കിടയിലും സൈഡ് ലൈനിൽ കോച്ചിനൊപ്പം നിന്ന് ഉച്ചത്തിൽ സഹകളിക്കാരെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത റൊണാൾഡോ താരങ്ങളിൽ ആവേശം കുത്തി നിറയ്ക്കുകയായിരുന്നു. അയാളൊരു യഥാർത്ഥ വിന്നറാണെന്ന് തെളിയിക്കുകയായിരുന്നു. അധിക സമയത്തെ ഒറ്റ ഗോളിൽ പോർച്ചുഗൽ കിരീടമണിഞ്ഞപ്പോൾ സന്തോഷത്താൽ കരഞ്ഞ റൊണാൾഡോയെയും നമ്മൾ കണ്ടു.